ഇന്ന് കൂർക്ക ഉപ്പേരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങളൊക്കെ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ സൈഡിലൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുന്നതിനൊക്കെ ഉപ്പേരി എന്നാട്ടോ പറയുന്നത്. അപ്പം ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പറയാനായിട്ട്, കൂർക്ക ഉപ്പേരി. അപ്പോൾ ഇത് ഞാൻ തുടക്കക്കാർക്കായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനെ നമ്മളൊരു മണ്ണിലുണ്ടാകുന്ന വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ മണ്ണൊക്കെ ഇതിനകത്ത് പിടിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ അതിനെ നന്നായിട്ട് ആദ്യം ഈ തൊലിയൊക്കെ ചുരണ്ടി കളഞ്ഞ് നന്നായിട്ട് കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഹോൾസിലൊക്കെ മണ്ണിരിക്കുന്നതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത്. 2-3 തവണ ഇങ്ങനെ തന്നെ കഴുകിയതിന് ശേഷം പിന്നെ അതിന് ചെറിയ പീസസായിട്ട് മുറിക്കുക. അതിന് ശേഷവും നന്നായിട്ട് കഴുകി വാരിയെടുക്കുക. അപ്പോൾ വെള്ളം നല്ല ക്ലിയർ ആയതിന് ശേഷം മാത്രം നമ്മൾ നല്ല വെള്ളം ചേർത്തിട്ട് അടുപ്പത്ത് വെക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഉപ്പേരിയാണ്. കാരണം ഉപ്പേരികളിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുമ്പോൾ കൂർക്ക ഉപ്പേരി ഉണ്ടെങ്കിൽ എല്ലാവരും അത് ഇച്ചിരി പണിയാണെങ്കിൽ ഈ നന്നാക്കൽ മാത്രമാണ് അതിൻ്റെ ഒരു പണി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ വെള്ളം മാറ്റി എല്ലാം കഴുകി വൃത്തിയായിട്ട് മേലത്തെ വെള്ളം വെച്ചിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചു. പക്ഷേ ആ സമയത്ത് ഉപ്പിടുന്നില്ല, കാരണം ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇത് ഹാർഡായിപ്പോവും. അപ്പോൾ ഇതൊരു പകുതി വേവായതിന് ശേഷം നമ്മളൊന്ന് തൊട്ട് നോക്കുക. പകുതി വേവായതിന് ശേഷം മാത്രം ഉപ്പിടുക കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കഴിയുമ്പോൾ അതിനകത്ത് പിടിക്കുകയും ചെയ്യും, അത് സോഫ്റ്റായിട്ടിരിക്കും. കുറേ ടൈമും എടുക്കില്ല, അല്ലെങ്കിൽ ഒത്തിരി ടൈം എടുക്കും, ഹാർഡായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതിനകത്തേക്ക് വേണ്ട ഉപ്പ് ചേർത്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഇത്തിരി മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേവിച്ചെടുക്കും. ആ വേവിച്ചെടുത്തതിന് ശേഷം ഞാനിത് സാധാരണ വെള്ളം വറ്റിച്ചെടുക്കാറില്ല. കാരണം ഈ ഉപ്പ് നമുക്ക് കറക്റ്റ് ആണെങ്കിൽ, ഇതിനകത്ത് ഉപ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഉപ്പ് കറക്റ്റാണ്, വെന്തിട്ടുണ്ട് എങ്കിൽ പിന്നെ അത് വറ്റിച്ചെടുക്കുമ്പോൾ ഉപ്പ് അതിനകത്ത് കൂടുതൽ പിടിക്കും. അപ്പോൾ ഞാനതുകൊണ്ട് ഇപ്പം എൻ്റെ ഉപ്പ് അതിനകത്ത് പിടിച്ചിട്ടുണ്ട്, പാകമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഷാലോട്ട്സ്, നമ്മുടെ ചുവന്നുള്ളി ഒരു 5-6 എണ്ണം, അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 5-6 അല്ലി, ഇത് രണ്ടും ചതച്ച് കുറച്ച് വേപ്പിലയും ചേർത്ത് ചതച്ചതിന് ശേഷം നമ്മൾ ഏത് ഓയിലാണോ കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കുന്നത് അതിട്ടിട്ട്, അതായത് ആ ഓയിലിൽ ഇതിനെ കാച്ചിയെടുക്കാമെന്ന് പറയും. ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ നാടൻ അങ്ങനെ ഇച്ചിരി നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കോക്കനട്ട് ഓയിലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഈ ചതച്ചതൊക്കെ അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമ്മൾ എത്രയായാലും സിമ്മിലേക്ക് വെച്ചേക്കുക. അതിന് ശേഷം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ സിമ്മിൽ വെച്ചിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ഞാനിടുന്നത്. ഒരു 1.25 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത്, വേറെ പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട് കുട്ടികൾക്ക്. ഇത് ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് സിമ്മിൽ വെക്കുക. ഈ റെഡ് കളറിൽ നിന്ന് നല്ല കളറിൽ നിന്ന് മാറി ഒരു ഡാർക്ക് കളറിലേക്ക് വരും. ഈ മുളകിൻ്റെയൊക്കെ അതൊക്കെ മൊരിഞ്ഞ് കഴിയുമ്പോൾ ഒരു മണവും മാറി വരും. ആ സമയത്ത് നമ്മൾ ഈ കൂർക്ക നിങ്ങൾ വറ്റിച്ചാണ് എടുത്തെങ്കിൽ വറ്റിച്ചത്, അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇതിനകത്തേക്ക് ഇടുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പണി. പക്ഷേ ഇത് ചോറിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ കഴിക്കാനെടുക്കുകയാണെങ്കിൽ ഈ കൂർക്ക ഉപ്പേരിയും ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമുക്ക് മോര് കാച്ചിയത്, ചിലർ മോര് കാച്ചിയതെന്ന് പറയും, ചിലർ മോര് കറിയായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടാവും. അപ്പോൾ മോര് പച്ചമോരാണെങ്കിൽ അങ്ങനെ അതും, അല്ലെങ്കിൽ ഒരു മീൻ വറുത്തതോ പപ്പടോ അതൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം ചോറുണ്ണാനായിട്ട് വേറൊരു കറിയുടെ വലിയ കറികളോ മീനോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെജിറ്റബിൾ തന്നെയായിട്ട് നല്ല ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പോൾ അത്രയും ടേസ്റ്റാണ് ഇതിന്. അതുകൊണ്ടാണ് നമ്മൾ ബാക്കി എനിക്കൊരു അനുഭവം ഉണ്ട്. ഞാൻ ഇതുപോലെ ഗസ്റ്റ് വരാൻ നേരത്ത് ഇതുണ്ടാക്കി വെച്ചു. പക്ഷേ ഇത് ബാക്കി കറികളൊക്കെ എടുത്തപ്പോൾ ഇത് എടുക്കാൻ വിട്ടുപോയി, ഇത്തിരി ലേറ്റായിപ്പോയി. അപ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഞാനിത് എടുത്തുകൂടെ ചെന്നപ്പോൾ ആ ഗസ്റ്റ് പറയാം, ഈ കൂർക്ക കറി ഉണ്ടെങ്കിൽ, കൂർക്ക ഉപ്പേരി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഇതൊന്നും വേണ്ടായിരുന്നു ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് കൂർക്ക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അങ്ങനൊരു സംഭവമാണ്. അപ്പോൾ അത്ര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് എല്ലാവർക്കും. കാരണം കൂർക്കയുടെ ഒരു ടേസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ. അത് ഒരു തവണ കഴിച്ചവർ വീണ്ടും ഇതുണ്ടാക്കും. പക്ഷേ ഉണ്ടാക്കാനുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ തൊലി കളയാന്ന് മാത്രമേ ഉള്ളൂ. അതിന് പല വഴികളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് ചെയ്യുക. പുതിയ വീഡിയോകൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്